പ്രസവത്തിന് ശേഷം അവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർക്ക് പനിയുണ്ടായിരുന്നു എന്നാണ് കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നത്, അവരുടെ ഹസ്ബൻഡ്. ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രസവത്തിന് ശേഷം ഒരാളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ ആരോഗ്യവതിയാണോ എന്നുള്ളത് പരിശോധിക്കുക പോലും ചെയ്യാതെ ഡിസ്ചാർജ് ചെയ്യുകയും അതിനുശേഷം അവർക്ക് അണുബാധയുണ്ടായി എന്ന് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ തിരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും വേണ്ടത്ര താൽപര്യമോ പ്രാധാന്യമോ നൽകാതെ വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിന്റെ ഫലമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്നുള്ളതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇവിടെ ചികിത്സക്കെത്തുന്ന ആളുകളോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥയുടെ നിരവധി സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നു. സർക്കാർ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷവും ഉണരുന്നില്ല എന്നുള്ള സാഹചര്യം, ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവിടെ മരണപ്പെട്ടിട്ടുള്ള യുവതിയുടെ കുടുംബാംഗങ്ങൾക്കും അവർക്ക് നീതി ലഭിക്കണം. ആ യുവതിയുടെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കണം. ഈ അനാസ്ഥ തുടരുന്നതിനെതിരായിട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ കുത്തിയിരിപ്പ് സമരം നടക്കുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ടുള്ള ഈ പ്രതിഷേധം ഇത്രയും നേരമായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഇവരെ ആശ്വസിപ്പിക്കാനോ ഇവർക്ക് തക്കതായിട്ടുള്ള മറുപടി നൽകാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് കാരനായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാനിവിടെ അന്വേഷിക്കാനെത്തി. തീർച്ചയായിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നതുവരെ ഈ സമരം തുടരും. അതുകൊണ്ടാണ് ഞാൻ ഈ സമരത്തോടൊപ്പം ചേരാൻ തീരുമാനിച്ചത്.